18 പേര് വന്നു, 18 പേരെ അറസ്റ്റ് ചെയ്തതല്ലല്ലോ. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് അതും അവരുടെ SFIയുടെ നേതാക്കളായ ആൾക്കാർ ഇത് ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് ഈ 18 പേര് പട്ടിക വന്നിട്ട് സ്വമേധയാ കീഴടങ്ങിയവരാണ് ഒരു 5-6 പേര്. അപ്പോൾ ഇത്രയും പേര് കീഴടങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് സപ്പോർട്ട് കാണും, ഉറപ്പായിട്ട് കാണും. നിങ്ങൾ പോയി കീഴടങ്ങിക്കോ, ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് അവർക്ക് ബാക്ക് സപ്പോർട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് 18 പേര് കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ തൃപ്തനല്ല. അവർക്കുള്ള വകുപ്പ് എന്താണ് ഇട്ടേക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സുഖമായി വെളിയിൽ പോവാം. കോടതി വന്നു കഴിഞ്ഞാൽ അവരെ ലൂപ്പുകൾ വെച്ച് അവർ വെളിയിൽ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോയി കീഴടങ്ങിക്കോ. അവരാരെയും ഓടിച്ചിട്ട് പിടിച്ചതല്ല, പ്രധാന പ്രതികളാരെയും ഓടിച്ചിട്ട് പിടിച്ചതല്ല, അവരെല്ലാം സ്വമേധ കീഴടങ്ങിയതാണ്. സ്വമേധ കീഴടങ്ങുമ്പോഴേ അവർക്കറിയാം അവർക്ക് എവിടെ നിന്നൊക്കെ അവർ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കീഴടങ്ങിക്കോ. ഓക്കെ, അവർ കീഴടങ്ങി, അവർ ഉറപ്പായിട്ട് വെളിയിൽ വരും. അത് ചിന്തിക്കാൻ എനിക്ക് അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞങ്ങൾ. അവർ ആയിക്കോട്ടെ, 18 പേരെ പോലീസ് പിടിച്ചെങ്കിൽ നല്ലത്, അത് കുറച്ച് പേരെ പിടിച്ചെങ്കിൽ നല്ലത്. അവരുടെ ഏത് വകുപ്പാണ് ഇനി പോകുന്നത്, ഇതുവരെയ്ക്ക് ഏത് വകുപ്പാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. ഇനി ഏത് വകുപ്പാണ് ഇടുന്നത്, അവർക്ക് ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി വെളിയിൽ പോകാനുള്ള നല്ല ലൂപ്പുകളുണ്ട്. അതുകൊണ്ടാണ് അവർ കീഴടങ്ങാൻ വരെ തയ്യാറായത്. അത് നല്ല കാര്യം. പിന്നെ ഡീന് നല്ലൊരു വ്യക്തിയാണെന്ന് മിനിസ്റ്റർ പറഞ്ഞാണ്. നല്ലൊരു വ്യക്തിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ പറയുന്ന വർക്കുകളെല്ലാം ഡീന് നല്ല രീതിയിൽ ചെയ്യുകയായിരിക്കും. അപ്പോൾ മിനിസ്റ്റർക്ക് ഡീന് നല്ലൊരു വ്യക്തിയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സബോർഡിനേറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് ആ സബോർഡിനേറ്റ്. അതുപോലെ മിനിസ്റ്റർ പറയുന്ന ജോലികളെല്ലാം, അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി പറയുന്ന ജോലികളെല്ലാം ഡീന് നല്ല ഭംഗിയായി വെടുപ്പാറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡീന് നല്ല ആളാണ്. ശരിയാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായവും എനിക്ക് കിട്ടിയ അറിവും എല്ലാം വെച്ചിട്ട് ഡീനാണ് ഇത് ഏറ്റവും വലിയ കുറ്റവാളി. ഇത്രയും വലിയ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊല നടന്നിട്ട് 3 ദിവസം വരെ ഇങ്ങനെ ഒരു റാഗിങ്ങും കാര്യങ്ങളും നടക്കുമ്പോൾ ഡീനാണ് വാർഡൻ, ഡീനാണ് ഏറ്റവും അടുത്ത് താമസിക്കുന്നത്. ഇതെല്ലാം ഉള്ളപ്പോൾ ഡീന് പിന്നെ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് വന്നവർ പറയാം, എൻ്റെ മകൻ കിടന്ന് വിളിച്ച നിലവിളി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാമെന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാം അവർ കൂട്ടുകാർ പറയുന്നത്. അത്ര നിലവിളിയായി അവനെ കാലിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയപ്പോഴേ കേട്ടത്. അതിൻ്റെ അടുത്താണ് ഡീന് താമസിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്താണ് ഡീന് താമസിക്കുന്നത്. അവൻ നിലവിളിച്ച ആ സൗണ്ട് ഡീൻ എത്ര പ്രാവശ്യം കേട്ട് കാണും, എത്ര പ്രാവശ്യം ഈ ഡീൻ എന്ന് പറയുന്ന ഈ ചെകുത്താൻ കേട്ട് കാണും. ക്ഷമിക്കണം, ഞാൻ ആ വാക്ക് പറയുന്നത് എനിക്ക് പറഞ്ഞു പോയതാ. ആ ഡീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കേട്ട് കാണും. ഒരു പ്രാവശ്യം പ്രതികരിച്ചിരുന്നെങ്കിൽ അവനെ ജീവശവമായിട്ടെങ്കിലും കിട്ടുമായിരുന്നല്ലോ, ജീവശവമായിട്ടെങ്കിലും. അതുകൊണ്ട് ഡീനിനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം, കാന്തനാഥനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയെന്നറിയില്ല. അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ, അപ്പോൾ ഈ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. PG സ്റ്റുഡൻറ്റ്, ബയോകെമിസ്ട്രി ബയോമൈക്രോളജി PG സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ, കാന്തനാഥൻ്റെ ഭാര്യ, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ പ്രതികളെല്ലാം ഒളിപ്പിച്ചവരാ, അതൊന്നും വന്നിട്ടില്ല. ഇത് വെറും ആരോപണമല്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിഡൻസ്, നിങ്ങൾക്ക് കിട്ടാത്ത എവിഡൻസ്, പോലീസിന് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതുവരെയ്ക്കും അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ഇത്രയും പേര് പറഞ്ഞായിരുന്നു, ഒരു 5-6 പേര് പറഞ്ഞായിരുന്നു. ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പേരുകളെല്ലാം അതിലുണ്ട്. ബാക്കി ഞാൻ ബ്രൂട്ടലായിട്ട് അവൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിലുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ, PG സ്റ്റുഡൻറ്റ്, മൈക്രോബയോളജിയുടെ PG സ്റ്റുഡൻറ്റ്, ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച വേറൊരു അസോസിയേറ്റ് പ്രൊഫസർ, ഇവരൊക്കെ ഇവിടെ ചിത്രത്തിൽ പോലുമില്ല. ഇത് ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല. കാര്യമെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് കഴിഞ്ഞാൽ അവൻ്റെ നിലവിളി എൻ്റെ ചെവിയിൽ കിടന്ന് അലയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നുറങ്ങിയിട്ട് അവിടെ കിടന്നുറങ്ങുക എപ്പോഴെങ്കിലും. അതുകൊണ്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇനി ഒരിക്കൽ കൂടെ എൻ്റെ ചെവിയിൽ ഈ ഒരു ദുരന്ത വാർത്ത കേൾക്കരുത്. അതുകൊണ്ട് ഈ ചെകുത്താന്മാരായിട്ടുള്ള എല്ലാവരെയും അകത്താക്കി ശിക്ഷ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ പരിപാടി മതിയാക്കും. ഏവനെങ്കിൽ പേടിക്കും, ഒന്ന് തുറച്ച് നോക്കാൻ തന്നെ പേടിക്കും. കലാലയത്തിൽ ഇവിടെ വന്നിട്ട് ഒരു റാഗിങ് എന്നുള്ള രീതിയിൽ തുറച്ച് നോക്കാൻ പേടിക്കും. അങ്ങനെ പേടിക്കണം.
എല്ലാവരെയും ഡീബാർ ചെയ്തവനെ അതേ രീതിയിൽ കൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. പക്ഷേ അർഹമായ ശിക്ഷ കൊടുത്ത് രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ കൂടെ നിൽക്കണം. അവർ ഒരുമിട്ട് നിൽക്കണം. ഈ രക്ഷകർത്താക്കൾ ഒരുമിട്ട് നിൽക്കണം. ആ കലാലയത്തിലും എല്ലാ കലാലയത്തിലും അങ്ങനെ ചിന്തിച്ച് നിന്നാൽ നിങ്ങളെ മക്കൾ ഇതുപോലെ വെള്ളം പൊതിപ്പിച്ച് വീട്ടിലോട്ട് വരില്ല. എല്ലാവരും ചിന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതേ അനുഭവം ഉണ്ടാവും. അധികം താമസിക്കേണ്ട, എല്ലാ പേർക്കും ഉണ്ടാവും. നിങ്ങൾ മൗനമായിട്ട് നിൽക്കില്ല, നിങ്ങൾ ആരെയും പേടിക്കല്ലേ.